ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രമാണ്. ഈ വീഡിയോയിൽ ഈ ക്ഷേത്രത്തിനെ പറ്റി അധികം പ്രതിപാദിക്കുന്നില്ല, മറിച്ച് ഈ അന്നപൂർണേശ്വരി ദേവിയുടെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ഈശ്വരിയും ശ്രീ പാർവതിയുടെ ഭാവഭേദവുമായ അന്നപൂർണേശ്വരി എന്ന ഭഗവതിക്കാണ്. അതായത് ഭഗവതി എല്ലാവർക്കും ആഹാരം നൽകുന്ന മാതൃഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ദേവിയെപ്പറ്റി പ്രധാന ഐതിഹ്യം കാശിയിലെ അന്നപൂർണേശ്വരി 3 തോഴിമാരും ഒരുപാട് ഭക്തരുമായി ഒരു കപ്പലിൽ ഇങ്ങോട്ട് വന്നുവെന്നും ആണ്. പിന്നീട് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി വന്നു എന്നുമാണ് വിശ്വാസം. ഇതിന് തൊട്ടടുത്താണ് ബാലാലയം എന്ന കെട്ടിടം. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഗോപിയായിട്ട് സംസാരിക്കാം. ഈ ക്ഷേത്രം ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഓർമ്മയിൽ 3ാമത്തെ ക്ഷേത്രം. പറഞ്ഞു ഇത് അന്നപൂർണേശ്വരി ക്ഷേത്രം 3ാമത്തെ ക്ഷേത്രം. ആ ക്ഷേത്രം പണിയുമ്പം സാധാരണ അവിടിയിലെ പ്രതിഷ്ഠ ഒരു ബാലാലയത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് എല്ലാ ക്ഷേത്ര സങ്കല്പത്തിലുള്ളത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് വടക്കേ മലബാറിൽ മൊത്തം കാണുന്ന ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അന്നപൂർണേശ്വരി ബാലാലയ പ്രതിഷ്ഠ എന്താ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, തത്വശാസ്ത്ര വിധിപ്രകാരം ബാലാലയം കിഴക്കൂട്ടി മുകളിലെ വടക്കേ മലബാറിലെ ഏക ബാലാലയം ഇതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രവുമല്ല, സാധാരണ ക്ഷേത്രം പണി പൂർണ്ണമായാൽ ബാലാലയത്തിൽ പ്രതിഷ്ഠ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാലാലയം പൊളിച്ച് കളയണമെന്നാണ് അതിൻ്റെ തത്വശാസ്ത്രം വിധിപ്രകാരം. പക്ഷേ ഇതിൻ്റെ ഒരു ഇവിടുത്തെ ചെറുകുന്നിൻ്റെ ഒരു പ്രത്യേകത, ചെറുകുന്ന് അമ്പലത്തിൻ്റെ ബാലാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നും ക്ഷേത്രത്തിൻ്റെ അതേ പരിശുദ്ധിയോടെ ബാലാലയം കാത്തു സൂക്ഷിക്കുന്നു. കൂടാതെ ഒരു ദിവസം അമ്മേൻ്റെ തിടമ്പ് ഇതിൻ്റെ അകത്ത് വെച്ച് പൂജിക്കുന്നുണ്ട് ഉത്സവ സമയത്ത്. അതുകൊണ്ടാണ് ഈ ബാലാലയം ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി ഇവിടെ നിലനിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഗോപിയേട്ടൻ സമൂഹമഠം എന്താണെന്ന് പറയുന്നത് കേൾക്കാം. എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ കൈകാര്യം ഒരു വിഭാഗമുണ്ട്, പട്ടന്മാർ എന്ന് പറയാം. ഭട്ടതിരിമാർ എന്ന് പറയുന്നത് പട്ടന്മാർ. നമ്പൂതിരിമാർക്ക് കുറച്ചും കൂടി ആധികാരിക ഇത് ചെക്ക് ചെയ്തുള്ളവരാണ് പട്ടന്മാർ. ഭട്ടതിരിമാർ എന്നത് ലോപിച്ചാണ് പട്ടന്മാരായി. അവര് ആരാധന കേന്ദ്രമാണ് സമൂഹമാണ്. അവര് സമൂഹം കൂട്ടത്തോടെ അവരെ ഒരു എന്താ പറയുക, അവരൊരു കുലദേവതന ഇവിടെ വെച്ച് ആരാധിച്ചു. ഇതാണ് സമൂഹമഠത്തിൻ്റെ പ്രത്യേകത. മിക്കവാറും വടക്കേ മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചും ഇതേപോലത്തെ സമൂഹമഠങ്ങളുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ കാലത്തെ സമൂഹമഠല്ല ഇപ്പം കാണുമ്പോൾ ഒരു പഴമ തോന്നില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് അത് പൊളിച്ചെഴുത്ത് മടന്നത് ഞാൻ കാണുന്നത്. കാരണം അറിയാലോ, ഭൂമിൻ്റെ ക്രയവിക്രയത്തിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ആദ്യം ഈ ഭൂമി മുഴുവൻ ദേവൻ്റെയാണ്. പിന്നെ അത് ദേവസ്വം ഭൂമിയായി. പിന്നെ അത് ബ്രഹ്മസ്വത്തിലേക്ക് മാറ്റി. ഇങ്ങനെ ഭൂമിയുടെ തരം കാലങ്ങളിൽ എല്ലാ ഭൂമിയിലെ അവകാശം ബ്രാഹ്മണിലേക്ക് വന്നു ചേർന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണനിലേക്ക് ഇത് വന്ന് ചേരുന്നു എന്ന് വെച്ചാൽ, ബ്രാഹ്മണന്മാരുടെ പേരിലുള്ള ഭൂമിക്ക് നികുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഊരിയിലെ കൃഷിക്കാരുടെ ഭൂമി പോലും പല തട്ടുകളിലും പല നാളുകളിലും പല കാലങ്ങളിലുമായിട്ട് ബ്രാഹ്മണരിലേക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മാറ്റപ്പെടുന്ന, അതായത് എഴുത്തുമഠം എന്ന് പറയാം ആ കാണുന്നത്. എഴുത്തുമഠം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആധാരങ്ങൾ എഴുതിയിട്ട് മാറ്റം ചെയ്യപ്പെടുന്ന ഒരു ആലയം എന്ന് വേണം എഴുത്തുമഠത്തിനെ വിശേഷിപ്പിക്കാൻ. ഈ മഹാക്ഷേത്രത്തിൽ ചാമുണ്ഡി കുടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അതുകൊണ്ട് പടിഞ്ഞാറേ നട ഈ ക്ഷേത്രത്തിന് എപ്പോഴും തുറന്നിട്ട് ആരെ പ്രതികരിച്ചിട്ടാണ്? ചാമുണ്ടീനെ പ്രതികരിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ നടക്ക് തന്നെ പേര് ചാമുണ്ഡി നടയാണ്. ഒരു കാലത്ത് ഈ നടയിൽ നിന്നായിരുന്നു ചാമുണ്ടിയും അന്നപൂർണേശ്വരിയും തമ്മിൽ സംഗമത്തിന്റെ പ്രതീകമായിട്ടുള്ള ആട്ടം നടന്നിരുന്നത് ഈ അടിയിൽ നിന്നാണ്. മാടായി വീട്ടിലിടാം.
അതിൽ ഒരു പഴയ തറവാടായിരുന്നു, 3 നിലത്തമ്മമാരുടെ ഒരു തറവാടായിരുന്നു ഈ കാണുന്നത്. ഇതാണ് ഈ ഇടക്ക് മാടായി വീട്ടിലട എന്ന് പേര് വരാൻ്റെ ഒരു പ്രധാന കാരണം. മാടായിലെ വീട് എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ വഴിക്ക് മാടായി വീട്ടിലട എന്ന് വരുന്നത്. അതായത് ശരിക്കും ചാമണ്ടി നടിയ എന്നതാണ് ഈ സംഭവം. കാരണം പടിഞ്ഞാറ് വെള്ളിയേറ്റിന്റെ ചാമണ്ടിയാണ്. കാഞ്ഞിരക്കാട് നിന്ന് കോളത്തിലേക്ക് മരക്കപ്പൽ വഴി വന്ന അന്നപൂർണേശ്വരി ചെന്നിറങ്ങിയത് 1000 തെങ്ങ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെയാണ് ആ 1000 തെങ്ങ് അന്നപൂർണേശ്വരി ആരൂഢമായിട്ടുള്ള ഇതിനെ സങ്കല്പിച്ചത്. അതിന്റെ പ്രതീകങ്ങളാണ് ഈ പടിഞ്ഞാറേ നട, ചാമണ്ടി നട എന്ന പേരിലറിയാം. ചെറുകുന്നത്തമ്മ മരക്കപ്പൽ വഴി ഇവിടത്തേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ മരക്കപ്പൽ ഇവിടെ സ്ഥാപിച്ചു വന്നതാണ് ഐതിഹ്യത്തിൽ. ഇതെല്ലാം പണ്ട് പുഴയോ കടലോ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ടല്ല, കടലിൽ നീങ്ങി കരയായതല്ലേ. അപ്പോൾ ആ കപ്പൽ ഇവിടെ സ്ഥാപിച്ചു വന്നാന്ന് പറയുന്നത്. മാത്രവുമല്ല ഇതിന്റെ ചുറ്റും ഒരുപാട് താള് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഈ താൾക്കറി ഇവിടുന്ന് പറിക്കുന്ന താൾക്കറിയാണ്. ഇതാ താള്. ഇവിടുന്ന് പറിക്കുന്ന താൾക്കറിയാണ് അമ്മേന്റെ പിറന്നാൾ ദിവസം ഇവിടുന്ന് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇനി താൾക്കുളം എന്നുകൂടി പേര് വരാൻ്റെ കാരണം. ഇത് നമ്മുടെ സന്തോഷാണ്, നമ്മളെ ചെറുകുന്നിലെ പ്രധാനി. എൻ്റെ കൂടെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അന്നപൂർണേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ചരിത്ര മുഹൂർത്തങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.